കാര്യങ്ങളൊക്കെ ബോധ്യമായി, എല്ലാവരും മനസ്സിലായി. സമരം തുടങ്ങിയവര് ഇനി എങ്ങനെ ഇത് നിർത്തണ്ട് എന്ന് വിചാരിച്ച ആകെ അങ്കലാപ്പിൽ. എന്നാലോ കേരളത്തിന്റെ ഭരണസിരാ കേന്ദ്രത്തിൽ പല ആളുകൾ ഇതിനെ എങ്ങനെ നേരിടും? നിങ്ങൾക്കറിയോ, ആരുടെ ബുദ്ധിയിൽ നിന്ന് തീർന്നാൽ ആ 2 ദിവസം അവധി കൊടുത്ത പോസ്റ്റിൽ എങ്ങനെ അടിക്കുക? 2 ദിവസം ഇരുന്ന് ആലോചിച്ചു, മുദ്രാവാക്യം വിളിക്കുകയാണ്. എന്നിട്ട് അങ്ങനെ ഇരുന്ന് ആലോചിക്കണം മക്കളെ. ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഒരു ദിവസത്തെ ചെലവ് മാതൃഭൂമി എഴുതിയത് 10 കോടി. 10 കോടി രൂപ ഒരു സമരത്തിന് പാർട്ടിക്കാർക്ക് 10 കോടി ഉണ്ടാക്കാം. എത്ര ഓണക്കിറ്റ് കൊടുക്കാം? കൊടിയേരി പറഞ്ഞത് കേന്ദ്രസേനയെ വിളിച്ചു വരുത്തിയിട്ട് നമ്മുടെ ഖജനാവിന് വമ്പിച്ച നഷ്ടം വരുത്തിയിരിക്കുന്നു. ഇതുകൊണ്ട് ഉണ്ടാക്കില്ലേ? ഇതുകൊണ്ട് പാലമുണ്ടാക്കാൻ പറ്റില്ലേ? ഞാൻ ചോദിക്കട്ടെ, ഒന്നും വേണ്ട, നിങ്ങൾ ചെലവഴിച്ച ഒരു ദിവസത്തെ ഈ 10 കോടി കൊണ്ട് എന്റെ മുത്ത് തങ്ങളെ പേരിൽ ഞങ്ങൾ ഉണ്ടാക്കുന്ന ബൈത്തുർ റഹ്മ പോലെ നായനാറുടെ പേരിൽ ഇനി നിങ്ങൾക്ക് CH വേറണ്ടല്ലോ കാണാരൻ, ഒരു CH സെന്റർ തുടങ്ങിക്കൂടെ? അങ്ങനെ ഉണ്ടായില്ല. ആ വഴിക്കൊന്നും പോയില്ല. നിങ്ങൾ ആലോചിക്കണം, എന്താ അതിന്റെ അർത്ഥം? നിങ്ങൾ ഒരു അപരാധം പറഞ്ഞുകൊണ്ട് ബഹുമാന്യനായ മുഖ്യമന്ത്രിയെ ഉന്നം വെക്കുമ്പോ കാട്ടുകള്ളന്മാർ കോടിക്കണക്കിന് ക്യാൻസർ രോഗികളുടെ വരെ പ്രധായി CBI കണ്ടെത്തിയവരാണ് ആ സദസ്സിലിരിക്കുന്നത്. അങ്ങനെ ആർക്ക് പറയാൻ സാധിക്കും? അവനാൻ്റെതൊക്കെ മൂടിവെച്ച് മറ്റുള്ളവന്റെ കുറ്റം ചകഞ്ഞ് അതെന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് നിയമസഭ സ്തംഭിപ്പിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാക്കാൻ. നിങ്ങൾക്കറിയ ഒരു വസ്തുത, CPM-ന്റെ അടിത്തട്ടിൽ എടുക്കുന്ന തീരുമാനം എന്താണെന്നറിയോ? ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പാർട്ടിക്ക് ഇപ്പോ കെൽപ്പില്ല എന്നാണ്. അതാണ് ഉമ്മൻചാണ്ടി രാജിവെക്കണം, ഗവൺമെന്റ് രാജിവെക്കണം എന്ന് ഞങ്ങൾ പറയണില്ല. അതെന്താ? ഗവൺമെന്റ് രാജിവെച്ചാൽ ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച എന്താ സ്ഥിതി? ഇന്ന് ചൂടഞ്ഞു എന്താ ചന്ദ്രചൂടൻ ഇമാമ് ശരിയല്ല എന്ന് പറയാൻ? സംഘാടനത്തിൽ പിഴവ് വന്നിട്ടുണ്ട്. അപ്പൊ എന്തായിരുന്നു ലക്ഷ്യം? തെരഞ്ഞെടുപ്പിന് മുമ്പേ നമുക്കൊന്ന് ഒന്നിച്ചിരിക്കാൻ. ഇരുന്നിട്ടും കുടുങ്ങി. ഭരണസിരാ കേന്ദ്രത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എങ്ങനെ ഇവരെ പിരിച്ചുവിടുക എന്നുള്ള അങ്കലാപ്പിലുമായപ്പോ ഏത് ബുദ്ധിയായാലും ആ പ്രവർത്തിച്ചത് വളരെ മനോഹരായി. ഇരുന്നോരും മെല്ലെ എണീറ്റ് പോയി അല്ലേ? ഒരു ഈച്ച പോലും കടക്കൂല എന്നാ പറഞ്ഞു സെക്രട്ടേറിയറ്റിലേക്ക്. കാരണം എന്താ? ഈച്ച മുഴുവൻ അവിടെ ഇരുന്നു, സമരമുള്ളവിടുത്തായിരുന്നു ഈച്ച. ആ കാരണത്താൽ തന്നെയാണ് സമരം പിൻവലിച്ചതും. ഞാൻ പറയണോ എന്തായിരുന്നു അവസ്ഥ? ആകെ നാറിയ, ഇതുപോലൊരു നാറിയ സമരം എന്ന് വിളിക്കേണ്ടതിന് പകരം ഭരണം എന്ന് വിളിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് നമ്മളെ കൂട്ടത്തിലെ കുറെ രാജ്യം നാം ജയിക്കും. നമ്മളെ കൂട്ടത്തിലെ കുറെ ആൾക്കാർ ഇവര് ഭരണപക്ഷ MLA-മാരാന്ന് ഞാൻ പറയുന്നില്ല, പ്രതിപക്ഷ MLA-മാരാന്നും പറയുന്നത്. ഇവരൊരു സരിത MLA-മാർ, ഹരിത MLA-മാരെന്നൊക്കെ പറയുന്ന പോലെ ഒരു സരിത MLA-മാർ. എന്താ ലക്ഷ്യം? ആ മനുഷ്യൻ എന്തെല്ലാം നല്ല കാര്യം ചെയ്ത് നീങ്ങുന്നു. കേരളത്തിന്റെ മുഖ്യമന്ത്രി കണ്ടില്ലേ? എന്താ ഇതിന്റെയൊക്കെ പ്രതിസന്ധിയുടെ കാരണം? ചിലർക്ക് മന്ത്രിസ്ഥാനം കിട്ടണില്ല, ചില ആളുകൾക്ക് കിട്ടിയത് തികയുന്നില്ല. അങ്ങനെ കുറെ പരാതിയാ. ആകെ 20 മന്ത്രിമാരേ ഉള്ളൂ. അത് നേതൃത്വം നൽകുന്ന കക്ഷിക്ക് 20 കൊടുത്താൽ 39 തികയൂല. 19 ആള് പേപ്പർ തൂക്കിക്കണം. കേരളത്തിലാണെങ്കിൽ 20 ആള് തികയൂല. ആകെ 20 ആളേ ഉള്ളൂ. നല്ല പണിന്റെ അഭിപ്രായത്തിൽ ലീഗിന് കൊടുക്കുകയാണ്. ഞങ്ങളിൽ ആകെ 20 ഉള്ളൂ. കിട്ടാത്തവരും ഉണ്ടാവില്ല. അതൊരു രസമാണ്. ഞങ്ങളതിന് പിന്നെ മറ്റവന് കിട്ടി ഇവന് കിട്ടി എന്നുള്ള കുഴപ്പമില്ല. എന്നിട്ട് ആ കുഞ്ഞാപ്പ ആ കസേലെല്ലാം കൊണ്ട് ഇരുന്നാണ്ടല്ലോ സംഗതിയാണ് വൃത്തിയായി. ഞാൻ വെറുതെ പറയുന്നല്ല, അതിനൊന്നും അധികം നേരമൊന്നും വേണ്ട. മൻമോഹൻ സിംഗ് എല്ലായിടത്തും പറഞ്ഞേക്കുന്നത് ആരെയാണ്? അഹമ്മദ്. എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടായാലോ കുഞ്ഞാപ്പ ഇവിടെ നിന്ന് വരണം. ഉമ്മൻചാണ്ടി ഒരു 2 ആൾ ഒരു ദിവസം തീരുമാനിക്കുക, ഞങ്ങളൊരു റെസ്റ്റ് എടുക്കട്ടെ, നിങ്ങൾ 2 ആളും ഞങ്ങൾ ഇരിക്കുന്നിടത്തൊന്നാണ്ട് ഇരുന്നാടിന്ന് പറഞ്ഞാൽ ഈ കൊഞ്ചിലൊക്കെ കൊണ്ട് മാറും. ഇതിലൊക്കെ അധികം നേരമാണ്. എന്റെ മുത്ത് CH ഇരുന്ന കസേരല്ലേ അത് അല്ലേ? ഞങ്ങൾ ഒരു കാര്യത്തിലെടുക്കുന്ന തീരുമാനം അതാണ്. ഇലക്കും മുള്ളിനും കേടുപറ്റാതെ, ഇംഗ്ലീഷ് പത്രങ്ങളടക്കം എഴുതി, ഇലക്കും മുള്ളിനും കേടുപറ്റാതെ ആരാണോ ഇത് തീർത്തത് എങ്കിൽ അവരെ ഏറെ കേരളം ഓർക്കുമെന്നാ പറഞ്ഞത്. ഇതാണ് മാറാട്ട വിഷയത്തിൽ നമ്മൾ ചെയ്തത്. ഇതാണ് പൂന്തുറയിലെ കലാപ സമയത്ത് നമ്മൾ ചെയ്തത്. ഇതുതന്നെയാണ് ബാബരി മസ്ജിദ് പൊളിഞ്ഞപ്പോഴും നമ്മൾ ചെയ്തത്. കേരളം കത്തിയാളേണ്ടിയിരുന്ന അങ്ങാടിപ്പുറം തളി ക്ഷേത്രത്തിന്റെ വിഷയത്തിലും നമ്മൾ സ്വീകരിച്ച നിലപാടതാണ്. ഈ പച്ചക്കൊടി പാറിയതുകൊണ്ട് ഈ രാജ്യത്തിന് കുഴപ്പമില്ല. ഞങ്ങൾ കാരണമായി
ഒരു പ്രതിസന്ധി ഉണ്ടായി, ഒരു പ്രയാസമുണ്ടായി എന്ന് പറയാൻ മറ്റു രാഷ്ട്രീയക്കാർക്ക് പോലും അതാണ് മാന്യത. അതാണ് മാന്യത. ഞങ്ങളേറെ ഈ രാജ്യ താല്പര്യം ഈ ജനങ്ങൾക്ക് ഇരുത്തി പഠിപ്പിച്ച് ആരോപണങ്ങളൊക്കെ പ്രകടനങ്ങളുടെയും ആത്മസംയമനം പാലിക്കാനും പരിശീലനം സിദ്ധിച്ച ഒരു പട്ടാളത്തെ പടച്ചിട്ടയോടുകൂടി പാണ്ടിക്കടവത്ത് കുഞ്ഞാപ്പയും പാണക്കാട്ടെ തങ്ങളും കൊണ്ടുപോവുകയാണ്. ഞങ്ങൾ കാരണമായി ഒരു പ്രതിസന്ധി എവിടെയില്ല. ന്യായങ്ങൾ ഞങ്ങൾ പറയും. ഞങ്ങൾ നോവിച്ചാൽ ഞങ്ങൾക്ക് തിരിച്ചു പറയേണ്ടി വരും. അതെല്ലാം നടത്തുമ്പോൾ തന്നെ ആത്യന്തികമായി രാജ്യത്തിന്റെ താല്പര്യം, ജനകീയമായ വിഷയം. നമ്മുടെ MLA-മാരെ മുഴുവൻ നോക്കൂ. ഞാൻ പല സ്ഥലത്ത് ഗഫൂർ സാഹിബിനോട് ഞാൻ സംസാരിക്കുകയായിരുന്നു. മുഹമ്മദ് ഉണ്ണി ഹാജി ഈ മണ്ഡലത്തിൽ കാലാകാലങ്ങളായി നമ്മൾ ആഗ്രഹിച്ചിട്ട് പോലും നടക്കുമെന്ന് തോന്നാത്ത വിഷയങ്ങൾ, താലൂക്ക്, അതുപോലെ തന്നെ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, എണ്ണണോ? എന്തൊരു കഥയാണ്. താനൂരിൽ കോളേജ് എന്ന് പറഞ്ഞാൽ താനൂരുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ പെരുന്നാളാണെന്ന്. മുഖ്യമന്ത്രി അവിടെ വരില്ല എന്നാ പറഞ്ഞത്. മുഖ്യമന്ത്രി വന്നു, കോളേജ് ഉദ്ഘാടനം നടന്നു, ക്ലാസ് തുടങ്ങാൻ പോവുകയാണ്. കേരളത്തിന്റെ നമ്മുടെ മന്ത്രിമാർ ചെയ്യുന്ന നന്മകൾ, മുഖ്യമന്ത്രിയുടെ നന്മകൾ കുറച്ചു ദിവസമായി ചാനലുകാർ കാണിക്കുന്നത് ഈ ജനസമ്പർക്ക പരിപാടി എന്തിനാ? പരാതിക്കാർ കുറഞ്ഞിക്കണ്. എന്താ അതിന്റെ അർത്ഥം? ഒരു പള്ളിക്ക് നേർച്ച നടത്തുമ്പോ ചോറിന് ആള് വരല് കുറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ആൾക്കാർക്കൊക്കെ അതിനോടുള്ള താല്പര്യം കുറഞ്ഞു. നമുക്കിപ്പോ തിന്ന അത്യാവശ്യം ഉണ്ടെന്ന് തോന്നിയാൽ പിന്നെ വല്ലാതെ കൊടുക്കും വാങ്ങാൻ പോവില്ല. അതാണ് പരാതി പറയുന്നു എന്ന് പറഞ്ഞാൽ എന്താ? ആളുകളെ വിഷയത്തിൽ കുറവ് വന്നിട്ടുണ്ടോ? അതല്ലേ ചാനൽ ചെക്ക് ചെയ്യേണ്ടത്. പകരം എന്ത് ചെയ്തു? അത് ഒരു പരാജയമായിട്ടെടുത്തിട്ട് വളരെ മോശമാക്കി എങ്ങനെയാണോ ചിത്രീകരിക്കാൻ പറ്റുക നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഒരു മഴക്കെടുതി, അതിനുശേഷമുള്ള റോഡ്, അതാണ് ഇപ്പൊ ചർച്ച. ഇബ്രാഹിം കുഞ്ഞ് അന്ന് ഇതൊക്കെ ഇങ്ങനെ ആക്കിയില്ലായിരുന്നുവെങ്കിൽ ഈ മഴക്കാലത്ത് നമുക്ക് സഞ്ചാരയോഗ്യമല്ലാത്ത റോഡുകളായിരുന്നു ഉണ്ടായിരുന്നത്. തോമസ് ഐസക് ഇടക്കാലത്ത് വന്നിട്ട് എത്ര കിട്ടിയത്? കുഴിയെണ്ണായിരുന്നു. ഇബ്രാഹിം കുഞ്ഞ് ചെയ്ത നന്മയെ കുറിച്ച് ചർച്ചയില്ല. നമ്പർ 1 മിനിസ്റ്റർ ആലുവ ശിവരാത്രിക്ക് പോകുന്ന സ്ഥലത്തിന്റെ എഴുതി വെച്ചിട്ട് നമ്പർ 1 മിനിസ്റ്റർ എന്താ? കേരളത്തിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത രൂപത്തിൽ ഇത്രയേറെ പ്രവൃത്തി. ഇനി വരാൻ പോകുന്നത് ഈ മഴക്കാലത്തിന് ശേഷം അത്രയും ടെൻഡറുകളാണ് എല്ലാ സ്ഥലത്തും. ഏൽപ്പിച്ച ഡ്യൂട്ടി 43 പുതിയ നിയമങ്ങളാ കേരളത്തിൽ ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയത്. അതിലൊന്നു മാത്രം ഞാൻ പറയാം. ഒരു 18 വയസ്സായ ഒരു ചെറുക്കം വീട്ടിലുണ്ടെങ്കിൽ അമ്മാക്കും ബാപ്പാക്കും പെൻഷൻ ഉണ്ടായിരുന്നില്ല. ഒരു കഷ്ടപ്പാടായിരിക്കും, പക്ഷെ വയസ്സ് ഓന് 18 ആയതുകൊണ്ട് നയിക്കാൻ പോണ മോനാണ് എന്ന കാരണം പറഞ്ഞ് പെൻഷൻ ഇല്ലാത്തൊരവസ്ഥ. 18 വയസ്സായ ആൺകുട്ടി കാർഡിൽ ഉണ്ടായാലും ഉമ്മാക്കും ബാപ്പാക്കും പെൻഷൻ കൊടുക്കാം. ഒരു ഭേദഗതി, ഒരു പുതിയ തീരുമാനമാണ്. അങ്ങനെ 43 പുതിയ ഓർഡറുകളാണ് ഈ ഗവൺമെന്റ് ഇറക്കിയത്. നിങ്ങളൊന്ന് ആലോചിക്കണം. കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത്, സാമൂഹ്യ ക്ഷേമ രംഗത്ത് എന്തെല്ലാം നന്മകൾ ചെയ്ത് ഈ ഗവൺമെന്റ് പോകുമ്പോ അതിനെയൊക്കെ എങ്ങനെയെങ്കിലും വിലങ്ങുതടിയായി നിന്ന് ആളുകൾക്കിടയിൽ അതിനെ ചെറുതാക്കി കാണിച്ച് മുസ്ലിം ലീഗിനെ എതിർക്കുക എന്ന കേവല ലക്ഷ്യ താല്പര്യത്തിനു വേണ്ടി ഈ രാജ്യത്ത് ഇറങ്ങിത്തിരിച്ചിട്ടുള്ള ആളുകളുടെയൊക്കെ ലക്ഷ്യം എന്താ? കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി വന്നാലുള്ള സ്ഥിതി എന്താണ് എന്ന് ബംഗാളിൽ കണ്ട ശേഷമാണ് ഇപ്പൊ മമതാ ബാനർജി പോലീസുകാരുടെയും ജഡ്ജിമാരുടെയും VIP-കളുടെയും വാഹനത്തിൽ ഉപയോഗിക്കുന്ന ലൈറ്റിന്റെ കളർ വരെ പച്ചാക്കി. ആലോചിക്കണം നിങ്ങള്. ചുവപ്പ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് രാജിന്റെ ഭാഗമാണെന്ന് സുപ്രീം കോടതിയിൽ നിന്ന് വരെ വിധി വാങ്ങിയിട്ടാണ് അവിടെ നടത്തുന്നത്. മമത എന്ന് പറയുന്ന ഒരു പെണ്ണ് അടിച്ച് നിരത്തിയിട്ട് CPM-ന്റെ എല്ലാ മേൽക്കൊയ്മകളെയും തകർത്തുകൊണ്ടാണ് ബംഗാളിൽ നീങ്ങുന്നത്. എന്നാൽ എത്ര വിശാല മനസ്കതയോടെയാണ് മന്ത്രിയൊക്കെ ഇവരെ ചർച്ചയ്ക്ക് വിളിക്കുന്നു, സംസാരിക്കാമെന്ന് പറയുന്നു. 14 കേസ് ഈ വിഷയത്തിലുണ്ടായതിൽ നല്ലൊരു ശതമാനം അവരെ കാലത്തുണ്ടായത്. അത്രയും കേസിൽ പ്രതികരിക്കണം. അതെങ്ങനെ സിവിൽ കേസായി എന്നുള്ളത് പരിശോധിക്കണം. മാത്രല്ല ജാമ്യത്തിൽ ഇറങ്ങുമ്പോ അവർക്ക് വെച്ച എന്തൊക്കെയായിരുന്നു ഷർത്തുകൾ, വ്യവസ്ഥകൾ എന്താണ് എന്ന് പരിശോധിക്കണം. അത് പരിശോധിക്കുമ്പോ ഉമ്മൻചാണ്ടി പറഞ്ഞു നമുക്ക് മൊത്തം നാണ്ട് അന്വേഷിക്കുക. അത് പറ്റൂല, ഞങ്ങൾ കുടുങ്ങണത് പാടില്ല, നിങ്ങൾ കുടുങ്ങണത്. അത് ഏത് അന്വേഷണ? അങ്ങനെ ഒരു അന്വേഷണം ഉണ്ടോ? ഉമ്മൻചാണ്ടി ഒരു ഭയമില്ലാതെ പറയുന്നു ഞാൻ അതിനെ നേരിടാൻ തയ്യാറാണ്. ഞാൻ ചോദിക്കട്ടെ, രാജിവെച്ചേ ഞങ്ങൾ എന്നിട്ടാണ് ജുഡീഷ്യൽ അന്വേഷണം എന്ന് കേട്ടപ്പോഴേക്ക്
ജുഡീഷ്യൽ അന്വേഷണം എന്ന് കേട്ടപ്പോഴേക്ക് ഞങ്ങൾ സമരം പിൻവലിച്ചിരിക്കുന്നു എന്ന് പറയാം. എന്നിട്ട് പറയാ ഞങ്ങൾ ഇനി മൂപ്പരെ പുറത്തിറങ്ങാൻ അനുവദിക്കില്ല. ഇന്ന് ഓരോ ബ്രാഞ്ചിൽ നിന്നും 4 കേഡർമാർ, 4 CPM കേഡർമാരുടെ നേതൃത്വത്തിലാണ് വന്ന് തടയാൻ വേണ്ടി വന്നത്. അവിടെ ലക്ഷങ്ങൾ അണിനിരന്നിട്ട് കണ്ടില്ലേ, സെക്രട്ടേറിയറ്റിലേക്ക് പോകാൻ ഒരു ഡോർ അവിടെ ഒഴിവാക്കിയിട്ട. എന്താ കാരണം? നമുക്ക് ഗതിമുട്ടുന്ന സമയത്ത് ഇതൊന്ന് നിർത്തുമെന്ന് ചോദിക്കാൻ പോകാൻ ഒരു വാതിൽ വേണ്ടേ? ഇതൊന്ന് നിർത്തിത്തരുമെന്ന് ചോദിക്കാൻ ഒരു വാതിൽ, അതിനൊരു വാതിൽ വെച്ചിട്ട്